സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈസിക്കൽ ടു 1 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ 2 തീറ്റയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയെ രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ. അപ്പോൾ ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലായി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എയുടെ സ്ഥാനത്ത് സൈനാണ്, അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ 2 ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ. ബിയുടെ സ്ഥാനത്ത് കോസ് തീറ്റയാണ്, അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 തന്നെയാണ്, അപ്പോൾ 1 എന്ന് എഴുതി. ഇനി നമുക്കിവിടെ അറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ട്. നമുക്ക് ഈ സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 എന്നറിയാം. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് 1 എന്നിടാം. ഇനി 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ 2 തീറ്റയാണ്, അപ്പോൾ അത് അവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 1 സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയറിന് പകരം 1 എന്നും സൈൻ 2 തീറ്റ എന്ന് ഇട്ട് കൊടുക്കുന്നു 2 സൈൻ തീറ്റയുടെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് 1 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് സൈൻ 2 തീറ്റ ഈക്വൽ ടു പിന്നെ വരുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ സൈൻ 2 തീറ്റ 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.